ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വേളാങ്കണ്ണിയിലാണ്. ഇത് സെക്കൻഡ് പാർട്ടാണ് നമ്മുടെ. അപ്പോൾ ഇന്ന് നമ്മൾ പള്ളിയിൽ പോകാൻ പോണേ, പുത്തമ്പള്ളിയിലേക്കാണ് പോകണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോൾ നിൽക്കണത് പഴയ പള്ളിയിലാണ്. നമ്മളിപ്പോൾ കുർബാന വിടാൻ പോണത് പുത്തമ്പള്ളിയിലാണ്. അപ്പോൾ ഇതാണ് പഴയ പള്ളി. പുതിയ പള്ളി വരുന്നത് ആ സൈഡിലായിട്ടാണ്. അപ്പോൾ നമുക്ക് പുത്തമ്പള്ളിയിലോട്ട് പോവാം. അങ്ങനെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് പള്ളി. പള്ളിയുടെ ഒരു സൈഡാണിത്. അകത്ത് കുർബാനയും കാര്യങ്ങളൊക്കെ നടക്കണേന്. അപ്പോൾ ഗൈസ്, നമ്മളെ ബാക്കിൽ കാണുന്ന പ്രതിമ കാണാനായിട്ടാണ് നിൽക്കണം. വേളാങ്കണ്ണിയിലെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഈ ഒരു പ്രതിമ. എന്ത് പേര് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ ഒരു പ്രതിമ കാണാൻ വന്നത്. അപ്പോൾ നല്ല വെയിൽ, അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റൂല. അപ്പോൾ ഒന്ന് വെയിലൊക്കെ ഒന്ന് താന്നിട്ട് നമുക്ക് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പ്രതിമ ഒന്നുകൂടെ വന്ന് കാണാം. നമ്മൾ ബീച്ചിൽ കുളിക്കാൻ പോണേണ്. ഇത് അവിടെ അടുത്താണ് ബീച്ച്. ആ ഭാഗത്തായിട്ടാണ് നമ്മളെ റൂം. ഇവിടെ അടുത്ത് തന്നെയാണ്. നടന്നു പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ കുളിക്കണ കാര്യങ്ങളും വിശേഷമൊക്കെ നമുക്ക് കാണാം. ട്ടാ ബീച്ചിലൊക്കെ കുളിച്ച് അടിപൊളി. നല്ല തണുപ്പുണ്ട്. പക്ഷേ പുറത്ത് നല്ല ചൂടാണെങ്കിലും വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടാ. അപ്പോൾ വേളാങ്കണ്ണിക്ക് വരുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ബീച്ചിൽ ഇറങ്ങണം. എല്ലാവരും ഇറങ്ങുന്നവരാണ്, എന്നാലും പറയാണ്. ദേ അവിടെ കണ്ട മൊത്തം ജനമാണ് അവിടെ. ബീച്ചിലൊക്കെ ഇറങ്ങി അടിപൊളിയായിരുന്നു. നനഞ്ഞിരിക്കണായിരുന്നു. അതുകൊണ്ട് ഫോണും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അതാ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിക്കാനത്. ഇനി റൂമിലോട്ട് പോയി ഒന്ന് നല്ലോണം ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാം. കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കണേ. രാത്രിയിലത്തെ കാഴ്ചകൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടായിരിക്കും. കുറച്ചേ കണ്ടുള്ളൂ. അപ്പോൾ ഇന്ന് ബാക്കി കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഇവിടെ വേളാങ്കണ്ണിക്ക് വന്നപ്പോൾ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ അത് ഒരു മുട്ടായി മേടിക്കാൻ വന്നതാ, ദിയ മുട്ടായി. അപ്പോൾ അവിടുത്തെ കടയിലെ ചേട്ടനെ കൊണ്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിപ്പിച്ചിട്ടാ. ബ്രോ ഒളിച്ചിരിക്കണേ പുള്ളിക്കാരെ ഒളിച്ചിരിക്കണത് അപ്പൂപ്പനൊക്കെ ഉണ്ട്. ഓക്കെ സബ്സ്ക്രൈബ്. അപ്പോൾ കേസ് വേളാങ്കണ്ണിയിൽ വന്നാൽ മസ്റ്റായിട്ട് മേടിക്കേണ്ട ഒരു സാധനമാണ് ഇത്. ഇതെന്ന് പറയുന്നത് ഒരു മുട്ടായി കേട്ടോ. ഒരു തരം ക്യാൻഡിയാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ വേളാങ്കണ്ണി വരുന്നവരാണെങ്കിൽ ഇതൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് വെക്കട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോവാണ്. കാരണം നമ്മളെ പള്ളിയിൽ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ നാട്ടിലേക്ക് പോണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ തന്നെ കാണാം. ലെറ്റ്സ് ഗോ. അപ്പോൾ പോണ വഴിക്ക് തഞ്ചാവൂരിൽ നിന്ന് നമ്മൾ വേളാങ്കണ്ണിക്ക് പോണ റൂട്ടിലൊരു ഹോട്ടൽ കണ്ടിട്ടുണ്ടായി. നമ്മൾ അവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് ഫുഡിനെ കഴിച്ചു കഴിഞ്ഞു. നല്ല അടിപൊളി ഫുഡാണ്. അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡ്. മട്ടനും ചിക്കനും എല്ലാം കിട്ടും. റോയൽ ഫുഡി എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത്, റെസ്റ്റോറൻറ്റിൻ്റെ പേര് വരുന്നത്. അപ്പോൾ കേസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡ് കഴിച്ചത്. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് കേട്ടോ. നിങ്ങൾ വരികയാണെങ്കിൽ ഈ വഴി പോകുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. അടിപൊളിയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ എത്തിയിട്ട് ഒരു 4 മണി ആയിട്ടുണ്ടാവും ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ. അപ്പോൾ നമ്മൾ ആ പോണ വഴിക്കാണ് നമ്മൾ ഈ ഹോട്ടൽ കണ്ടത്. നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഈ കാണുന്ന സാധനം കേട്ടോ. ഒരു ടിഫിൻ
ബോക്സ് പോലത്തെ ടിഫിൻ കാരിയർ പോലത്തെ ഒരു സാധനമാണ്. ഇത് കണ്ടപ്പോഴാണ് ഞാൻ നിർത്തിയത്. ഇപ്പോൾ നിങ്ങൾ ഈ പോണ വഴിക്ക് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് വരികയാണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ റൈറ്റ് സൈഡിലും ഈ ടിഫിൻ ബോക്സ് കണ്ടാലാണ് ഇതാണ് ആ ഹോട്ടൽ. അണ്ണേ இந்த ஷாப் லொகேஷன் எவடையா? திருவாரூர் பைபாஸில் திருவாரூர் பிரிட்ஜ் ரயில்வே பிரிட்ஜ் தாண்டி கடைசியாக இருக்கும், காலேஜுக்கு முன்னாடி. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ വേളാങ്കണ്ണിയിൽ നിന്ന് തഞ്ചാവൂർ പോണ വഴിക്ക്. ഈ ഒരു വേളാങ്കണ്ണിയിൽ നിന്ന് നമ്മൾ തഞ്ചാവൂർ പോണ വഴിക്ക് തിരുവാരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണിക്കുന്ന പോകുന്നുണ്ടല്ലോ, അബ്ദുൽ കലാം ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട്. ഇതാണ് ആ സ്കൂള്. ഈ പോണ വഴിക്ക് തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ് വരുന്നത്. പിന്നെ ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കരുണാനിധി സ്റ്റാലിൻ്റെ സ്ഥലം എന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പം അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ സ്കൂള് ഓർത്ത് വയ്ക്കുക, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോയൽ ഫുഡീസ്. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് വേളാങ്കണ്ണിയിൽ നിന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് നമ്മൾ വീട്ടിലെത്തിയത്. പക്ഷേ ഇന്നലെ രാത്രി ഔട്ട്രോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല ഉറക്കത്തിലാണ് വന്ന് കയറിയത്. അതുകൊണ്ട് നമ്മൾ അടുത്ത ദിവസം രാത്രിയാണ് ഔട്ട്രോ എടുക്കുന്നത്. കാരണം ഇന്നും രാവിലെ നല്ല ഉറക്കമായിരുന്നു. നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റത്. അപ്പോൾ വേളാങ്കണ്ണി ട്രിപ്പ് ഇത്രയേ ഉള്ളൂ. വേളാങ്കണ്ണി ട്രിപ്പിൻ്റെ വീഡിയോസ് 2 എണ്ണമാണ്, പാർട്ട് 2ഉം പാർട്ട് 1ഉമായിട്ടാണ് ഇട്ടത്. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം വരാം. ബൈ.